അണ്ണൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ കൊല്ലൂ. പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന നിന്റെ പ്രോബ്ലം സോൾവ് ആവോ? ഡേ, നിനക്കെന്തറിയാം എൻ്റെ അണ്ണനെ കുറിച്ച്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യോടാ നീ? എന്നെ തട്ടിക്കളഞ്ഞാണ്. എന്താ? എത്ര നാളാ ഞാൻ വീരുബായുടെ അനിയനാണെന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുക. അയാളെ പേടിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാ എന്നെ സ്നേഹിച്ച പെണ്ണിനിൽ നിന്ന് പോയെന്ന് വരും. അയാളുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ ദിൽ കി ധഡ്കൻ മേരി ജാൻ, മറ്റൊന്ന് വീരുഭായിയുടെ പൊസിഷൻ. അണ്ണാ, നീ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം ഇനി എനിക്കാടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണ്ട. ക്ഷമിക്കാനോ? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെന്ന് എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളെ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നു. നിന്റെ ഒരാഗ്രഹത്തിന് പോലും എതിരെ നിന്നിട്ടില്ലാത്ത എന്നെ നിനക്ക് കൊല്ലണമല്ല. ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കില്ലടാ. അതിനേക്കാളൊക്കെ വളരെ നല്ലത് നീ ചാവുന്നതാ. ഒന്നും ചെയ്യില്ല അണ്ണാ. ഭായ്, ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. അണ്ണാ, എന്നോട് ക്ഷമിക്കണ്ട അണ്ണാ. അണ്ണാ, വേണ്ട, എന്നോട് ക്ഷമിക്കണ്ട അണ്ണാ. ജോണി, ക്യാ ഭായ്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയൻ ചിലപ്പോൾ ജീവന് വേണ്ടി നിന്നോട് യാചിച്ചെന്നിരിക്കും. അവനെ ഇനി ആരും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഫോണെല്ലാം ഓഫ് ചെയ്തേക്കണം. എവിടെയെങ്കിലും ദൂരെ മാറി ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ ഭായ്. അണ്ണാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതേ, നിങ്ങളുടെ അനിയൻ നിങ്ങളെ ചതിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇപ്പോ? ഇനിയും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദേവയുടെ ആളാണെന്നും ദേവയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവയെ തന്നെ കൊന്നുകളഞ്ഞവനാ ഞാൻ. സത്യ, ദേവയെ ആളില്ലാത്തടത്ത് വിളിച്ചു വരുത്തിയതും ഇൻസ്പെക്ടറെ മാളിലെത്തിച്ചതും നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ അനിയനെ കൊണ്ട് പ്രേമിപ്പിച്ചതുമെല്ലാം ഈ ഞാനാ. അവൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചതും ഞാൻ കാരണം. അവൻ ഇന്ന് നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിരിച്ച കെണിയിൽ നീ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടാ. ഇപ്പൊ ഞാനല്ല അവനെ കൊല്ലാൻ പോകുന്നത്, നീ തന്നെ അവനെ കൊല്ലുന്നത്. പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. അജയ്, അജയ്, അജയ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോൾ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവൻ്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും അനുഭവിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലോട്ട് വേണം. ഇനി എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ.